ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളൊന്ന് വായിച്ച് ധ്യാനിക്കുക. യേശുവാകുന്ന നിധിയെ കണ്ടെത്താൻ ഏതു വലിയ ത്യാഗവും ചെയ്യുക. അങ്ങനെ യേശുവിനെ കണ്ടെത്തുമ്പോൾ നീ നിന്നെ തന്നെ കണ്ടെത്തും. നിനക്ക് യേശുവിൻ്റെ കൃപകളിലും മൂല്യങ്ങളിലും വളരാൻ സാധിക്കും എന്നുള്ള വലിയ സത്യമാണെന്ന് സുവിശേഷത്തിലൂടെ യേശു നമ്മളെ പഠിപ്പിക്കുക. സുവിശേഷത്തിലെ 3 ചിന്തകൾ നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുകയാണ്. ഒന്നാമത് നമ്മൾ കാണുക, ഇവിടെ കർത്താവ് നൽകുന്ന സ്വർഗരാജ്യത്തിൻ്റെയും രത്നത്തിൻ്റെയുമായ ഉപമകളാണ്. നിധി കണ്ടെത്തുമ്പോൾ പിന്നെ മറ്റൊന്നും സംശയിക്കുന്നില്ല. നിധി കണ്ടെത്തുമ്പോൾ വലിയ സന്തോഷമാണ്. ഉടനെ തീരുമാനിക്കുകയാണ്, അതിനെന്ത് വിലയും കൊടുക്കുകയാണ്. അങ്ങനെ വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി സ്വന്തമാക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുകയാണ്. ഇതുപോലെ തന്നെ നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരി അത് കണ്ടെത്തുമ്പോൾ, ഏറ്റവും നല്ല രത്നം കണ്ടെത്തുമ്പോൾ വലിയ സന്തോഷത്തോടെ ഉടനെ തന്നെ തീരുമാനമെടുക്കുകയാണ് അത് വാങ്ങിക്കാനായിട്ട്. അതിനെന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങളും പറയുക എന്തിനെ പറ്റിയിട്ടാണ്? ക്രിസ്തുവിനെ കണ്ടെത്തുക, ക്രിസ്തുവിൻ്റെ രാജ്യത്തെ കണ്ടെത്തുക. അതിനുവേണ്ടി നഷ്ടപ്പെടുത്താനായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ നഷ്ടപ്പെടുത്തുക. അത് അമാന്തം കൂടാതെ, താമസം കൂടാതെ യേശുവിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കുക. അങ്ങനെയാണ് നീ വിജയിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ നീ സ്വന്തമാക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക? നീ യേശുവിനെ കണ്ടെത്തുമ്പോൾ, ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ നീ നിന്നെ തന്നെ കണ്ടെത്തുകയാണ്. നിന്നിലുള്ള ആ അമൂല്യ നിധിയെ കണ്ടെത്തുകയാണ്. ഇന്ന് സൈക്കോളജി ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് സെൽഫ് അവെയർനെസ്. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട, വ്യക്തിത്വ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ യേശുവിനെ കൂടാതെയുള്ള ആ വ്യക്തിത്വ വികസനവും തിരിച്ചറിയലും വാസ്തവത്തിൽ ലക്ഷ്യം കണ്ടെത്തുകയില്ല എന്നുള്ളതാണ് വാസ്തവം. യേശുവിനെ കണ്ടെത്തുന്നു, യേശുവിൻ്റെ മൂല്യങ്ങളെ നീ ഉൾക്കൊള്ളുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിന്റെ മൂല്യബോധത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. യേശുവിനെ കണ്ടെത്തുന്ന വ്യക്തി സത്യസന്ധതയോടെ പെരുമാറാൻ പഠിക്കുന്നു. മറ്റുള്ളവരോട് ബഹുമാനത്തോടുകൂടി പെരുമാറാൻ പഠിക്കുന്നു. മറ്റുള്ളവൻ്റെ വ്യക്തി മഹാത്മ്യത്തെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അത് മാനിക്കാനും ഉൾക്കൊള്ളാനും പരിശ്രമിക്കുന്നു. ഇങ്ങനെ വിവിധങ്ങളായ രീതിയിൽ യേശുവിൻ്റെ മൂല്യങ്ങൾ നിന്നെ മാറ്റിയെടുക്കുമ്പോൾ നീ തന്നെ ഒരു അമൂല്യ നിധിയായിട്ട് മാറുന്നു. അപ്പോൾ നമ്മുടെ വ്യക്തിത്വം വിജയിക്കണമെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്താൻ നമ്മൾ തയ്യാറാകണം. അതിൽ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ആ തിരഞ്ഞെടുപ്പാണ് വേണ്ടത്. ചിലരെ സംബന്ധിച്ച് വളരെ ഉദാസീനതയോടുകൂടി, ചിലരെ സംബന്ധിച്ച് വലിയ താല്പര്യമില്ലാതെ, വിമുഖതയോടെ, പകുതി മനസ്സോടെയൊക്കെ യേശുവിന് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തുന്നവരുണ്ട്. ഔദാര്യപൂർവം ഈശോയെ സ്വീകരിക്കാൻ, ഈശോയുടെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളാൻ, അവിടുത്തെ മൂല്യങ്ങൾ സ്വന്തമാക്കാൻ ഈശോ ഇന്ന് നമ്മളെ പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് ഈ സുവിശേഷത്തിന്റെ ആരംഭം. രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത്, എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുന്ന വലയെ പറ്റിയിട്ടാണ്. ഈ വല സഭയാണ്. കടലിൽ എറിയപ്പെടുന്ന വലയിൽ എല്ലാത്തരം മത്സ്യങ്ങളും വരും. നല്ല മത്സ്യങ്ങളും ചീത്ത മത്സ്യങ്ങളും, യഹൂദന്മാർക്ക് നിഷിദ്ധമായ ചില മത്സ്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വരും. അത് സഭയുടെ ഒരു പ്രത്യേക സാർവത്രിക സ്വഭാവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ സഭയിൽ വിശുദ്ധരുണ്ട്, പാപികളുണ്ട്. വളരെ വ്യക്തമായിട്ട് 2ാം വത്തിക്കാൻ കൗൺസിൽ പറയുന്ന ഒന്നാണത്. പക്ഷേ ഈ സഭയിലെ വിശുദ്ധരും ഒപ്പം തന്നെ ഒരുമിച്ചുണ്ടാകുന്ന ആ തിന്മയിൽ ജീവിക്കുന്ന മനുഷ്യരും അത് തിന്മയുടെ ജീവിതത്തിനുള്ള ഒരു ന്യായീകരണമല്ല. അപ്രകാരം ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നു. പക്ഷേ അവസാന നാളിൽ, യുഗാന്ത്യത്തിൽ എല്ലാം വേർതിരിക്കപ്പെടും. വ്യക്തമായിട്ടുള്ള വിധിയുണ്ടാകും എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ ജീവിതത്തിന് അവസാന കാലത്തേക്ക് ഇതൊക്കെ നീട്ടിവെച്ച് അവസാന കാലം വരെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്ന് കരുതുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരിക. ദൈവത്തോടൊപ്പം നിൽക്കാൻ, നന്മയുടെ വശത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഒപ്പം തന്നെ തിന്മ നമ്മളെ നിരാശപ്പെടുത്തരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. ചിലപ്പോഴൊക്കെ തിന്മയുടെ സ്വാധീനം ചുറ്റും കാണുമ്പോൾ നമ്മൾ നഷ്ടധൈര്യരാകുന്നു. അത് നമുക്ക് എങ്ങനെയാണ് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ സാധിക്കുക? കാരണം ചുറ്റുമുള്ളവരും കൂട്ടുകാരും സുഹൃത്തുക്കളും അയൽക്കാരും ഒക്കെ അവർ വളരെ കോംപ്രമൈസോടുകൂടി ജീവിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ജീവിക്കാൻ സാധിക്കുക എന്ന് ഒരു നല്ല ക്രൈസ്തവന് മനസ്സിൽ ചോദ്യമുണ്ടാകാം. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഈശോയോടൊപ്പം, ഈശോയുടെ മൂല്യങ്ങളോടൊപ്പം നിൽക്കണം എന്ന് തന്നെയാണ് കർത്താവ് പഠിപ്പിക്കുക. മൂന്നാമത് നമ്മൾ കാണുന്നത് സുവിശേഷത്തിന്റെ അവസാനത്തിൽ ഈശോ പറയുന്ന വാക്യങ്ങളാണ്. സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്? സ്വർഗരാജ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന പുതിയ നിയമത്തിലെ അധ്യാപകനാണ് ഓരോ ക്രൈസ്തവനും. അതാണ് ഇവിടെ പറയുന്ന ഓരോ നിയമജ്ഞനും. എന്താണ് തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ? യഹൂദന്മാരുടെ ആ ഒരു പതിവനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു ശൈലി അനുസരിച്ച്, ഈ പുതിയതും പഴയതും എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം എവറിത്തിങ് യൂസ്ഫുൾ ഫോർ ഫാമിലി. കുടുംബത്തിന് ഉപകാരപ്പെടുന്നതെല്ലാം വീട്ടുടമസ്ഥൻ സൂക്ഷിച്ചു വെക്കുകയാണ്. ആവശ്യാനുസരണം പുതിയതും പഴയതും എടുക്കുന്നു. ചിലപ്പോൾ പഴയത് അവിടെ അർത്ഥമാക്കുക, ചിലപ്പോൾ ഒത്തിരിയൊന്നും ഉപയോഗിക്കാൻ ഇനി പറ്റാത്ത പഴയ വസ്ത്രങ്ങളാകാം. പക്ഷെ ചിലപ്പോൾ അതും അടിയന്തര ആവശ്യങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരാം. മറ്റൊരർത്ഥം തീർച്ചയായിട്ടും എന്താണ് ഈ പുതിയതും പഴയതും? പഴയത് തീർച്ചയായിട്ടും പഴയ നിയമമാണ്. പുതിയത് യേശുവിൻ്റെ വാക്കുകളും കൽപ്പനകളും ചട്ടങ്ങളുമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളാണ്, പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലാണ് ഈ പുതിയത്. അത് വ്യക്തമായിട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ പഴയതും പുതിയതും ആവശ്യമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ പാരമ്പര്യവും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ് എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ഇന്ന് ലേഖനത്തിൽ, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ശ്ലീഹ പറയുന്നത് 2-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്. വ്യക്തമായിട്ട് പറയുകയാണ് ശ്ലീഹ, ഞങ്ങൾ വചനമുഖേനയോ കത്തുമുഖേനയോ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കണം. പക്ഷെ ഒപ്പം തന്നെ പ്രത്യേകമായിട്ട് പറയുകയാണ്, ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യഫലമായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ പാരമ്പര്യത്തിൽ അടിയുറച്ച് പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണത്തോടെ വചനത്തിൻ്റെ ശക്തിയിൽ നീ മുന്നോട്ട് പോകണം എന്നാണ് പറയുക. ഇത് വ്യക്തിപരമായും സഭയുടെ കാര്യത്തിലും ഇത് വാസ്തവമാണ്. പഴയതും വേണം, പുതിയതും വേണം, പാരമ്പര്യം വേണം, അതേസമയം തന്നെ നമുക്ക് നവീകരണവും വേണം. അങ്ങനെയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിലും സഭാജീവിതത്തിലും നമ്മൾ വിജയിക്കുക. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് ഓർക്കാം. ഈശോയെ കണ്ടെത്താം, അങ്ങനെ നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെ നമുക്ക് കണ്ടെത്താം. ഒപ്പം തന്നെ മറ്റുള്ളവരുടെ സ്വാധീനങ്ങൾ, പ്രത്യേകിച്ച് തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മെ നയിക്കാതിരിക്കട്ടെ. നന്മയോടൊപ്പം ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തിലെ നവീകരണം, അത് ജീവിതത്തിൽ നമുക്ക് കിട്ടിയ, പരമ്പരാഗതമായി കിട്ടിയ കാര്യങ്ങൾ, ഒപ്പം തന്നെ കാലാനുസൃതമായ നവീകരണം, ഇത് രണ്ടുമുണ്ടെങ്കിലാണ് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസം ഓർക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.